നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി ഇന്ന് തത്വത്തിൽ ഇപ്പോൾ BJP അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷേ തത്വത്തിൽ അംഗീകരിക്കുന്നു എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ചിത്രം അതായിക്കൊള്ളണമെന്നില്ല. മിക്ക സർവേകളും സൂചിപ്പിക്കുന്നത് കടുത്ത പോരാട്ടം എന്ന മട്ടിൽ തന്നെയാണ് മിക്ക സർവേകളും സൂചിപ്പിക്കുന്നത്. തൽക്കാലം നിതീഷിനെ ഉപയോഗിച്ചുകൊണ്ട് വിജയത്തിലെത്തുക, പിന്നീട് നിതീഷിനെ ഡംപ് ചെയ്യാം എന്ന സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. ബീഹാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാനാവില്ല. ഒന്ന്, നിതീഷ് കുമാർ തന്നെ മുന്നോട്ട് വെച്ച ഒരു ചിന്തയാണ് ഈ ജാതി സംവരണം. ജാതി സെൻസസ് എടുക്കുന്നു, അതനുസരിച്ച് സംവരണം പുനഃക്രമീകരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു പ്രതീക്ഷ അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇരുന്നപ്പോഴാണ്. ഇന്ത്യ മുന്നണിയുടെ തലതൊട്ടപ്പൻ കൂടിയായിരുന്നു ഹ്രസ്വകാലത്തേക്കെങ്കിലും നിതീഷ് കുമാർ. പല ചാഞ്ചാട്ടങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് ഇന്ത്യ മുന്നണിയിൽ ഒന്ന് തലപൊക്കിയപ്പോൾ അദ്ദേഹം കൺവീനറായി. ആ സമയത്ത് കൊണ്ടുവന്ന ജാതി സെൻസസ്. പക്ഷേ ജാതി സെൻസസ് വലിയ വിഷയമായി ഇപ്പോൾ നിതീഷ് കുമാർ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹം NDA മുന്നണിയിലാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമാണ്. അതൊരു വശം. പക്ഷേ ജാതി സെൻസസിനെ കുറിച്ച് വളരെ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയും നൽകുന്നത്. തങ്ങൾക്ക് പ്രതിനിധിത്വം അവകാശപ്പെട്ടുകൊണ്ട് നീങ്ങുന്നു. 2, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, ദ കോംപ്രിഹെൻസീവ് റിവിഷൻ ഓഫ് ദി ഇലക്ട്രൽ റോൾ. അപ്പോൾ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ മറവിൽ ബീഹാറിൽ 65 ലക്ഷം പേർക്കാണ് വോട്ട് നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ കുറെ ആഡ് ചെയ്യപ്പെട്ട് കുറെ നഷ്ടപ്പെട്ടു. എങ്കിലും നഷ്ടത്തിൻ്റെ കണക്കുകളാണ് ഏറെ. ആരുടെ വോട്ടാണ് നഷ്ടപ്പെട്ടത്? അത് ഇന്ത്യ മുന്നണി താറപ്പിച്ചു പറയുന്നു. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി രേഖപ്പെടുത്താൻ സാധ്യതയുള്ള വോട്ടുകളാണ് ശാസ്ത്രീയമായ ഒരു പ്രക്രിയയിലൂടെ ശാസ്ത്രീയമായി തന്നെ വെട്ടി നിർത്തപ്പെട്ടത് എന്ന് ഇന്ത്യ മുന്നണി ആരോപിക്കുന്നു. ആ ആരോപണവുമായിട്ടാണ് വോട്ട് അധികാർ യാത്ര. അതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നത് മഹാദേവപുര ഉൾപ്പെടെ കർണാടകത്തിലെ ബാംഗ്ലൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന മഹാദേവപുരയിൽ ഒരു കൃത്യമായ കണക്കുകളോടുകൂടി രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മുമ്പിൽ വന്ന് പറയുകയാണ്, ഇവിടെ ഇന്ന കാരണങ്ങളാൽ ഇന്ന വോട്ടുകൾ എടുത്തു മാറ്റപ്പെട്ടു. അതുപോലെ മഹാരാഷ്ട്രയിലെ ഏതാനും മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഈ പറയുന്ന വോട്ട് ചോരി നടക്കുന്നു. അപ്പൊ ഈ വോട്ട് ചോരിയും വോട്ട് ചേർക്കലും എല്ലാം തന്നെ BJPക്ക് അനുകൂലമായി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി ചെയ്യുന്നു. അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിനുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. ആ പ്രഖ്യാപനം 2 ആവർത്തിയായി രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ട് PowerPoint പ്രസന്റേഷൻ നടത്തി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിക്ക് അഭിമാന പോരാട്ടമാണ്. കോൺഗ്രസ് പാർട്ടിയും RJDയും തമ്മിൽ ചില കല്ലുകടികൾ ഉണ്ടായിരുന്നു. സീറ്റ് ഷെയറിംഗ് ഉൾപ്പെടെ 61 സീറ്റ് അലോട്ട് ചെയ്തു. ഇപ്പോൾ 59 സീറ്റിൽ മത്സരിക്കുന്നു. പല സീറ്റിലും RJDയുടെ കാൻഡിഡേറ്റ്സും ഉണ്ട്. അത് അവസാന നിമിഷം അത് മാറിക്കൊടുക്കുമെന്ന ധാരണയിലാണ്. എങ്കിൽ പോലും മുന്നണി ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നു എന്ന പേരുദോഷം ഇന്ത്യ മുന്നണിയിലുണ്ട്. പക്ഷെ സാമാന്യം കൺസോളിഡേറ്റഡ് ആണ് RJDയും കോൺഗ്രസും. ഇടതുപക്ഷത്തെ 3 പ്രധാന കക്ഷികൾ CPI-ML സാമാന്യം വലിയ വേരോട്ടമുള്ള ചില മേഖലകളിൽ ഉള്ള കക്ഷിയാണ്. CPI-ML 20 സീറ്റിൽ മത്സരിക്കുന്നു, 10 സീറ്റിൽ മത്സരിക്കുന്നു. CPIയും കൂടെ ചേർത്ത് CPI 6 സീറ്റിലും CPM 4 സീറ്റിലും മത്സരിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ ഇന്ത്യ മുന്നണിയിൽ ചേർന്ന് 30 സീറ്റിലാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ അവർ ഒന്നാണ്. ഇടതുപക്ഷവും കോൺഗ്രസും RJDയും എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ RJDയും ഇടതുപക്ഷത്ത് നിൽക്കുന്നു, CPM CPIയും എല്ലാം ഇടതുപക്ഷത്ത് നിൽക്കുന്നു, കോൺഗ്രസ് UDFൽ നിൽക്കുന്നു. പക്ഷെ ബീഹാറിൽ അങ്ങനെയല്ല. ഇന്ത്യ മുന്നണിയിൽ എല്ലാവരും ചേർന്ന് നിൽക്കുന്നു. പക്ഷേ കോൺഗ്രസ് അവിടെ നേതൃസ്ഥാനത്തല്ല എന്ന് ഓർക്കണം. തേജസ്വി യാദവ് തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷേ ആദ്യം അടിച്ചു നിന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും മുൻപ് നടന്ന വോട്ട് അധികാർ യാത്രയിൽ തോളോട് തോൾ ചേർന്ന് നീങ്ങിയ പോലെ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് വന്നിരിക്കുന്നു. ഇന്നു മുതൽ അത്യുഗ്രമായ പ്രചരണങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഒരു വശത്ത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും റാലികളുടെ പൊടിപൂരം നടക്കുന്നു. മറുപക്ഷത്തെ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും റോഡ് ഷോകളും തേജസ്വി യാദവിനോടൊപ്പം ചേർന്നുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികളും മീറ്റിങ്ങുകളും കോർണർ മീറ്റിങ്ങുകളും എല്ലാം നടക്കുന്നു. അപ്പോൾ തകൃതിയായ ഒരുക്കങ്ങളാണ് 2 പക്ഷത്തും. കോൺഗ്രസിന് പ്രതീക്ഷ എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ ഹൃദയഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന പ്രതാപം ചെറിയ തോതിലെങ്കിലും തിരിച്ചു പിടിക്കാൻ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിൻ്റെയും ബീഹാറിൽ രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി യാദവിൻ്റെയും ചുമലിലേറിയെങ്കിലും തങ്ങളുടെ അസ്തിത്വം നിലനിർത്തണമെന്ന അദമ്യമായ ആഗ്രഹം കോൺഗ്രസിനുണ്ട്. വലിയൊരു സംശയമുണ്ടായിരുന്നു. ആ സംശയം അവസാന ഘട്ടത്തിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി ഇന്ന് തത്വത്തിൽ ഇപ്പോൾ BJP അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷേ തത്വത്തിൽ അംഗീകരിക്കുന്നു എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം ചിത്രം അതായിക്കൊള്ളണമെന്നില്ല. ഞാൻ പലയാവർത്തി സൂചിപ്പിച്ചതാണ്, ജനതാദൾ യുണൈറ്റഡിനേക്കാൾ, അതായത് നിതീഷിൻ്റെ പാർട്ടിയേക്കാൾ
ഏറെ കൂടുതൽ എണ്ണം സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായ സീനിയർ പാർട്ട്ണർ എന്നൊരു സ്റ്റേറ്റസ് ബി ജെ പി ആവശ്യപ്പെടും. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനവും, അതുമാത്രമല്ല ഹിന്ദി ഹൃദയഭൂമിയിൽ ബീഹാർ ഒഴിച്ചുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. ബീഹാറാണ് ഇനി കുടിശ്ശിക കിടക്കുന്നത്. അതുകൊണ്ട് അത് ബീഹാറിൽ ബി ജെ പിയുടെ വലിയൊരു സ്വപ്ന പദ്ധതി തന്നെയാണ്. നിതീഷ് കുമാറാണ് അതിൽ ഒരു കീറാമുട്ടിയായി നിൽക്കുന്നത്. തൽക്കാലം നിതീഷിനെ ഉപയോഗിച്ചുകൊണ്ട് വിജയത്തിലെത്തുക, പിന്നീട് നിതീഷിനെ ഡംപ് ചെയ്യാം എന്ന സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് നാളെ കഴിഞ്ഞാലേ അറിയൂ. ആർക്കും അറിയില്ല, എനിക്കും എന്നെ കേൾക്കുന്നവർക്കും അറിയില്ല. പക്ഷേ ബീഹാറിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിതീഷ് കുമാർ തന്ത്രശാലിയാണ്, ഇപ്പോഴും തന്ത്രശാലി തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റിനെ ദുർബലപ്പെടുത്തുന്ന ഒന്നും തന്നെ ബി ജെ പിക്ക് ചെയ്യാനാവില്ല. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്ന് ഓർക്കണം. 273 സീറ്റുകൾ വേണം ഭൂരിപക്ഷത്തിന് ലോക്സഭയിൽ. 240 അംഗ ബി ജെ പിക്ക് ഇപ്പോഴും 33 സീറ്റിൻ്റെ കുറവുണ്ട്. അത് പരിഹരിക്കുന്നത് ജനതാദൾ യുണൈറ്റഡും രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയും ലോക് ജനശക്തി പാർട്ടിയും എല്ലാം ബീഹാറിൽ നിന്ന് കൊടുക്കുന്ന, ജിതൻ റാം ബാഞ്ചിയുടെ പാർട്ടിയും എല്ലാം ബീഹാറിൽ നിന്ന് കൊടുക്കുന്ന സപ്പോർട്ടും, അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്നും ചന്ദ്രബാബു നായിഡുവിൻ്റെ TDP കൊടുക്കുന്ന പിന്തുണയും എല്ലാമാണ്. ഇതൊന്നും ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തട്ടി ആ ടൈറ്റാനിക് മുങ്ങാൻ, കേന്ദ്ര ഗവൺമെന്റ് എന്ന ടൈറ്റാനിക് മുങ്ങാൻ ഒരിക്കലും തന്ത്രശാലിയായ അമിത്ഷായോ നരേന്ദ്രമോദി തന്നെയോ തയ്യാറാവില്ല. അതുകൊണ്ട് നിതീഷിനെ കൈകാര്യം ചെയ്യുക എന്നതാണ് ബി ജെ പിയിലെ പ്രധാന കാര്യം. അവിടെ ഒരു പവർ ഷെയറിംഗ്, ബി ജെ പിക്ക് സാമാന്യം പ്രാധാന്യം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പവർ ഷെയറിംഗ് ഉണ്ടാകും. ബി ജെ പി മുന്നണിക്കാണ് മെജോറിറ്റി എങ്കിൽ.